ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് നമ്മുടെ പോപ്പുലറിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പോപ്പുലർ മഹേന്ദ്ര. നമ്മുടെ പോപ്പുലറിലേക്ക് വന്നതിൽ പോപ്പുലറിൽ ഒരുപാട് ഡീലർഷിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ എടുത്തൊരു ഡീലർഷിപ്പാണ് മഹേന്ദ്രയുടേത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു കൊല്ലത്ത് രണ്ടാംകുറ്റിയാണ് സ്ഥലം വരുന്നത്. താഴെ ഞാൻ നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൊക്കേഷനെ കുറിച്ചോ അല്ല വണ്ടിയെക്കുറിച്ചോ, ഇപ്പോൾ നമുക്ക് ഏത് വണ്ടിയെക്കുറിച്ച് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കോർപ്പിയോയെക്കുറിച്ചാണ്. സ്കോർപ്പിയോ അല്ലാതെ തന്നെ ഒരുപാട് വാഹനങ്ങൾ അവർക്ക് അവൈലബിൾ ആണ്. ഏത് വാഹനത്തെക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ താഴെ നൽകിയിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്ത് ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു പോർഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കവിടെ സർവീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. സർവീസും സെയിൽസും ഒരുമിച്ചാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം പാർക്ക് ചെയ്യാനും എല്ലാം സൗകര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ കൂടുതലാണെങ്കിൽ പോലും അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാൻ യാതൊരു സാധ്യതയും വരുന്നില്ല. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പഴയ ഒരു ക്ലാസിക് മോഡലാണ്. നമ്മുടെ സ്കോർപ്പിയോ എന്ന് പറയുന്ന സ്കോർപ്പിയോ ക്ലാസിക് എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ സ്കോർപ്പിയോ എൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കൂടി, സ്കോർപ്പിയോ എൻ എന്നൊരു വാഹനം കൂടി ഇവർക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു വാഹനം എനിക്കൊന്ന് ലോഞ്ച് ആയത് ഏകദേശം 2002 ആ സമയത്താണ് മഹേന്ദ്ര ഈ ഒരു സ്കോർപ്പിയോ എന്ന ഈ ഒരു വാഹനം മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷമായി, ഏകദേശം ഒരു 20-21 വർഷത്തിലേക്ക് കടക്കുന്നു. ഇപ്പോഴും ഈ ഒരു വാഹനം മഹേന്ദ്ര നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. മോശമല്ല രീതിയിൽ സെയിൽസും ഈ ഒരു വാഹനത്തിന് എല്ലാ മാസവും വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ ഒരു വാഹനം കുറവായിരിക്കാം, പക്ഷേ നോർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കൂടുതലും ഈ ഒരു സ്കോർപ്പിയോയുടെ ഈ ഒരു വാഹനം തന്നെയാണ് കൂടുതൽ സെയിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ്. നമുക്ക് ഇതിനകത്ത് ആകെ 2 വേരിയൻറ്റേ ഉള്ളൂ. എസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും S11. ഈ കിടക്കുന്നത് S ആണ്. S11ലേക്ക് പോകുന്ന സമയത്ത് അടിമുടി വ്യത്യാസമാണ്. ഈ ഒരു ടോപ്പ് എൻഡ് വാഹനമാണ് S11. അതായത് ഇതൊരു ബേസ് മോഡൽ, ഫീച്ചേഴ്സ് കുറഞ്ഞ വാഹനം. അടുത്ത വേരിയൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു S എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് 7 സീറ്ററിലും 9 സീറ്ററിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ കിടക്കുന്നത് ഇതിൻ്റെ 9 സീറ്റർ വാഹനമാണ്. അപ്പോൾ 2 വാഹനങ്ങൾ തമ്മിൽ പ്രൈസിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് പറയാം. ഇതിൻ്റെ 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 16,60,000 രൂപ ഓൺ റോഡ് വരും. 7 അതല്ല, നിങ്ങൾക്ക് 9 സീറ്റർ വേണം എന്നുണ്ടെങ്കിൽ ഏകദേശം 16,94,000 രൂപയും നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ്, അതായത് ടോപ്പ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയൻറ്റ്, അതിലേക്ക് വരുന്ന സമയത്ത് S11 എന്ന് ഞാൻ പറഞ്ഞു ഏകദേശം 21,20,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെഞ്ച് സീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു രീതിയിലാണ് ആ ഒരു വാഹനത്തിൻ്റെ സ്പെക്ക് വരുന്നത്. ഇപ്പോൾ ടോപ്പിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഫോട്ടോ കാണാം. അത് പ്രൊജക്ട് ടൈം എല്ലാമ്പും DRLും ഫോഗിലാമ്പും എല്ലാം അലോയ് വീലും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു എൻട്രി ലെവലാണ്. ആ സ്കോർപ്പിയോ വേണമെന്നുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 3-4 കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. വൈറ്റിൽ തന്നെ ഒരു 2 കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ ഗ്രേ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, അങ്ങനെ ബ്ലാക്ക് വരുന്നുണ്ട്. ആ ഒരു കളർ ഓപ്ഷൻസ് ഈ ഒരു ബേസ് മോഡലിലും അതുപോലെ തന്നെ തൊട്ടടുത്ത വേരിയൻറ്റിലും നമുക്ക് അവൈലബിൾ ആയി. അതായത് ഈ ഒരു വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റെഡ് വേണോ, ഗ്രേ വേണോ, വൈറ്റ് വേണോ, വൈറ്റിൽ തന്നെ ഏതോ 2 മോഡൽ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നുമില്ല. വൈറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പ്രിൻസ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. പ്രിൻസിനെ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പ്രിൻസ് പറഞ്ഞു തരും. അത്രയും ഉള്ളൂ ബേസിക് ആയിട്ട്. ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് നമുക്ക് ഇനി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ എലമെൻറ്റൊക്കെ കേട്ടോ ആ ഒരു എന്തൊക്കെ നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ പറയുക, ബേസിക്കായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ബേസ് മോഡലും അതുപോലെ ടോപ്പിൻ്റെ വാഹനത്തിലും ഈ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഹുഡിൻ്റെ പോർഷനിലൊക്കെ നോക്കിയാൽ നല്ലൊരു കാറ്റൽ ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പിയോണ ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് നൽകിയത്. വേറെ ക്രോം ആവരണങ്ങളോ അങ്ങനത്തെ ക്രോം ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ ഗ്രില്ലിൽ വരുന്നില്ല. അപ്പോൾ താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എയർ ഡാമർ ഡിസൈനൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബമ്പർ നോക്കുന്ന സമയത്ത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് കൊണ്ടുപോയി വൈറ്റ് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരാം. കസ്റ്റമർ ചോയ്സ് ആണ്. ഇതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റുകളിൽ മാറ്റം വരുത്തുന്നത് നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതല്ല ഈ രീതിയിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൊണ്ടു നടക്കാം. പിന്നെ വരുന്നത് ഫോഗ്ലാമ്പിൻ്റെ ആ ഒരു സ്ലോട്ടാണ്. ഫോഗ്ലാമ്പ് വരുന്നത് ടോപ്പിൻ്റെ ഇതാണ്. ഇവിടെയായിട്ട് DRLാണ് വരുന്നത്. ഇവിടെ ഫോഗ്ലാമ്പ് വരുന്നുണ്ട്. അത് രണ്ടും നമുക്ക് അവൈലബിൾ അല്ല. ആക്സസറീസ് ആയിട്ട് കിട്ടുമെന്നുള്ളത് ജസ്റ്റ് ആ ഒരു നമ്പറിൽ നിന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത്. നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ സെൻറ്ററിലായിട്ട് മഹേന്ദ്രയുടെ ലോഗോ, പുതിയൊരു ലോഗോ നല്ല മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ടൊന്നുമില്ല. ഒരുപാട് കണ്ട് മടുത്ത ഒരു മോഡൽ തന്നെയാണ്. ഒരുപാട് വർഷം കൊണ്ട് കാണുന്നതാണ്. പിന്നെ കിടന്ന് പറയേണ്ട കാര്യമില്ല. നോർമലി വരുന്ന ഹെഡ് ലാമ്പാണ് നൽകിയിട്ടുള്ളത്. വലിപ്പം അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരും. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. കണ്ട അലോയ് വീൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടില്ല. പിന്നെ ജസ്റ്റ് ടയർ സൈസിലേക്കൊക്കെ ഒന്ന് വരാം. ടയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീൽ കപ്പ് വേണോ അതല്ലെങ്കിൽ അലോയ് വീൽ വേണോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. കസ്റ്റമർ ചോയ്സ് ആണ് ഏത് രീതിയിൽ അത് ആഡ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളത്. 235/65 R70
17 ഇഞ്ചാണ് ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു കളർ പാറ്റേൺ ആണ് വരുന്നത്. അത് ബ്ലാക്ക് ചെയ്യണോ അതൊക്കെ കസ്റ്റമർ ചോയ്സ് ആണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആ ഒരു ബമ്പറിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നമ്മുടെ ചുറ്റും പോയിട്ടുള്ളതായിട്ട് കാണാം. സ്കോർപിയോ എന്നൊരു ബാഡ്ജിങ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫെൻഡറിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. അത്യാവശ്യം പ്ലെയിൻ ആയിട്ടാണ് ഒരു ഫെൻഡർ ഡിസൈൻ ചെയ്തത്. അതിൽ തന്നെ ഒരു ബ്ലാക്ക് എലമെൻറ്റിന് ഉള്ളിലായിട്ടാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. ഒരു മിറർ നോക്കിയാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകി, അത് നല്ലൊരു കാര്യമാണ്. ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒന്നുമല്ല, നോർമലി വരുന്ന ഒരു ബ്ലാക്ക് കളർ ബേസ് മോഡൽ വാഹനങ്ങളിലേക്കുള്ള വരുന്നത് പോലെ. പിന്നെ വേറെ ക്രോം ആഭരണങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്പേസ് കുറവാണ്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്പേസ് കുറവെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വാഹനങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. ഇതൊരു കസ്റ്റമർക്കായിട്ട് വന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെ ലൊക്കേഷൻ മാറ്റി കൊണ്ടുപോകുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ ഉള്ളൊരു സൗകര്യത്തിലിട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ. സർവീസിന് വന്ന വാഹനങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് സൈഡിലിട്ട് ചെയ്യുന്നത്. ഇവിടെ ഉള്ളായിരുന്നു സ്പേസ്, അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. ആ ഒരു തേർഡ് റോയിൽ വരുന്ന ആ ഒരു ഗ്ലാസ് ഏരിയ നല്ല വലിപ്പം വരുന്നുണ്ട്, അത് കൊള്ളാം, നല്ലൊരു കാര്യം തന്നെ. വേറെ ഒന്നുമില്ല പറയാൻ. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. കണ്ടോ, ആ ഒരു പഴയ ലുക്ക് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അടിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും മഹീന്ദ്രയുടെ ലോഗോയും പിന്നെ സ്റ്റീരിയോ ഒക്കെ ഉണ്ടോ. സ്റ്റീരിയോ വരുന്നില്ല, അകത്തേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വെക്കാനായിട്ട്, ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം. സ്കോർപിയോ ക്ലാസിക് എസ് എന്നൊരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട്. ആ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു ഡിസൈനെ കാണാം, പഴയ ഡിസൈൻ തന്നെ. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. ഫുള്ളി റിയർ വൈപ്പർ ഡീഫോഗ് ലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സ്പോയിലറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഡോർ തുറക്കുന്നത്. ഇത് 2 സീറ്റാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു സീറ്റിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു സീറ്റ് മടക്കി വെച്ചതാണ് ജസ്റ്റ് സ്പേസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സീറ്റ് നമുക്ക് ഇതേപോലെ തന്നെ മടക്കി വെക്കാം. ലഗേജോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഈ ഒരു പോർഷനിൽ കൂടി അകത്തേക്ക് കയറണം. കുഴപ്പമില്ലാതെ ഇരിക്കാം. 2 പേർക്ക് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാനായിട്ട് പറ്റും, കുഴപ്പമില്ല. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് നല്ല രീതിയിലുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ എന്നെ പോലുള്ള ഇപ്പോൾ 2 പേരിരുന്ന് പോകാനാണെങ്കിൽ കുഴപ്പമില്ല, നല്ല സ്പേസ് ഉണ്ടല്ലോ, അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാം. നിങ്ങൾ ചരിഞ്ഞൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് പോവാം. ഈ ഒരു സീറ്റോട് മടക്കി ഇട്ടാലും വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ഇത്രേ ഉള്ളൂ ഇവിടെയൊക്കെ പറയാനായിട്ട്, വേറെ ഒന്നുമില്ല പറയാൻ. ജസ്റ്റ് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് നൽകിയത്, അത്രേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഇതാണ് കീ വരുന്നത്. നമ്മൾ ഓൾറെഡി മറ്റൊരു സ്കോർപിയോയുടെ ഒരു ബേസ് മോഡൽ വീട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സെയിം കീ തന്നെയാണ് വരുന്നത്. ഡിസൈൻ പാറ്റേൺ എല്ലാം പുതിയ ലോഗോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു കീ ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡോറും ലോക്ക് ആവും. റിമോട്ടിലുള്ള കൺട്രോളിങ് വരുന്നില്ല. മാനുവലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. തുറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനായിട്ട്, നമ്മൾ പണ്ടൊക്കെ കണ്ട ഒരു ഡിസൈൻ എങ്ങനെയാണ് അങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഡോർ പാഡ് ലൈറ്റ് ആയിട്ടുള്ള കളർ തീമും ആ ഡോർ പിടിച്ച് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതൊക്കെ വരുന്നുള്ളൂ. മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം. കണ്ടോ, ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. മാനുവലി നിങ്ങൾ ചെയ്യണം. അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. പിന്നെ സൈഡ് സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ആ ഒരു പൊസിഷൻ കൊള്ളാം. നമ്മൾ ആ ഒരു സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് ഒക്കെ വരും പുഷ് ബട്ടൺ സ്റ്റാർട്ടോ അങ്ങനെ എന്തെങ്കിലും വരുമായിരിക്കും, എനിക്കറിയില്ല. ആ ഒരു ഓപ്ഷനൊക്കെ നൽകിയിട്ടുണ്ട്. വേറെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ കൺട്രോളുകളാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഡാഷ്ബോർഡൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. ആ ഒരു പഴയ ഡിസൈൻ എലമെൻറ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടും വരുന്നില്ല. കുറച്ച് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സ്റ്റിയറിംഗിലേക്ക് നോക്കിയാൽ ആ ഒരു പുതിയ ലോഗോ നൽകിയിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ഓപ്ഷൻ കൂടി കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ വരുന്നത്. അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ആ ഒരു AC വേൻ്റെ ഒരു ഡിസൈനൊക്കെ കാണാം. ബ്ലാക്ക് പിന്നെ ഒരു ലൈറ്റ് കളറുമാണ് നൽകിയിട്ടുള്ളത്. സ്കോർപിയോയുടെ ഒരു ബാഡ്ജിങ് അവിടെയായിട്ട് വരുന്നുണ്ട്. AC വേൻ്റെ തൊട്ട് താഴെയായിട്ട് ACയുടെ കൺട്രോള്, AC ലോ ഹൈ എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റീരിയോ വരുന്നില്ല. നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ഗ്ലോ ബോക്സോട് ജസ്റ്റ് നോക്കാം. മോശമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നു. 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നു. പിന്നെ ഫോൺ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കോയിൻ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. ഒരു റബ്ബറിങ് നൽകിയിട്ടുണ്ട്. സീറ്റൊക്കെ ഉള്ള നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിറർ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് തല തട്ടുന്ന ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വേറൊന്നുമില്ല പറയാൻ. ഒരുപാട് വലിപ്പവും വരുന്നില്ല. ഡാഷ്ബോർഡിന് ചെറിയ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പഴയ ആ ഒരു
ഡിസൈൻ തനിമ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അവിടെ പറയാം. ഇനി സെക്കൻഡ് റോ. തേർഡ് റോയെ കുറിച്ച് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഇനി സെക്കൻഡ് റോയിലേക്ക് കയറാം. അപ്പോൾ സീറ്റ് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ. കയറുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്നാൽ കൊള്ളാം, നല്ല വീതിയുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, 2 വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഹൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഡോർ പാഡ് നോക്കിയോ, പ്രത്യേകിച്ച് കാര്യങ്ങളും ഡോർ പാഡിൽ പറയാനില്ല. ഫ്രണ്ടിൽ കണ്ട അതേ സെയിം രീതിയിൽ തന്നെയാണ്. ചില സ്റ്റോറേജ് സ്പേസ്, റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബോട്ടിലോ ഫോണോ എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. അത് കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ചെയ്യാം. വേറെ ഒന്നുമില്ല പറയാം. 3 പേർക്ക് നല്ലോണം ഇരിക്കാം കേട്ടോ. 3 പേർക്ക് ചെറുതായിട്ടൊന്നല്ല, നല്ല രീതിയിലിരിക്കാം. അത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ. അത് ഞാൻ എടുത്ത് പറഞ്ഞത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പേർക്കൊക്കെ ഇരുന്ന് പോകാം കേട്ടോ. കനം കുറഞ്ഞവരാണെങ്കിൽ 3-4 പേർക്ക് ഇരുന്ന് പോകാം. അത്യാവശ്യം ശരീരമുള്ള 3 പേർക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് പോകാനായിട്ട് പറ്റും. വേറെ ഒന്നുമില്ല കേട്ടോ അവിടെ പറയാം. പിന്നെ നമ്മൾ ഓൾറെഡി തേർഡ് റോയിലെ സീറ്റിനെ കുറിച്ച് നമ്മൾ കാണിച്ചു. ജസ്റ്റ് ഞാൻ എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്ത് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ബേയുടെ അവിടെ നോക്കിക്കോട്ടെ. ഓക്കെ, ഒരു ബേസ് മോഡൽ വാഹനമാണ്. അപ്പോൾ അതിനകത്ത് അത്രത്തോളം ഫീച്ചേഴ്സ് വരികയുള്ളൂ. അപ്പോൾ മഹേന്ദ്ര ഇതുവരെ ഇതിനെ അത് കൊള്ളാം കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പല വാഹനങ്ങളും വരാത്തൊരു കാര്യമാണ് ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും. എഞ്ചിനിലേക്ക് നടക്കാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 2.2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. 4 സിലിണ്ടർ, 130 HP, 300 Nm ടോർക്കും. 6 സ്പീഡ് മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. 17 കിലോമീറ്ററാണ് മൈലേജ്. ഏകദേശം ഒരു 14-15 റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അത് മുകളിലായിട്ട് ചെറിയൊരു കവറിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അടയ്ക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പം ഇതിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം ഇവിടെ വന്നതുകൊണ്ട് ചെയ്തതാണ്. ഞാൻ യാദൃശ്യമായിട്ട് പോയപ്പോഴാണ് ഇത് കിടക്കുന്നുണ്ട്. ബേസ് മോഡലുമാണ്, അതുകൊണ്ട് ചെയ്തതാണ്. നമ്മുടെ ഇവിടെ അത്ര വലിയ ആവശ്യക്കാരൊന്നും ഇതിന് വരാൻ സാധ്യതയില്ല. നോർത്തിലോട്ടൊക്കെയാണ് കൂടുതൽ ഒരു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നമ്മുടെ സ്കോർപിയൻ അതൊക്കെയാണ് കൂടുതലും സെയിലാവുന്നത്. കണ്ടതുകൊണ്ട് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മഹേന്ദ്രയുടെ വേറെ ഏതെങ്കിലും വാഹനങ്ങളോടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിക്കാം. പ്രിൻസ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. അവനെ വിളിച്ചാൽ മതി, എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പം പ്രിൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വാഹനം പ്ലാൻ ചെയ്യുന്ന ഇവിടെ വന്നു. അപ്പോൾ അത്രത്തോളം വെയിറ്റിംഗ് പീരീഡേ വരുന്നുള്ളൂ. വാഹനങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലും. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പോപ്പുലറാണ് ഡീലർഷിപ്പ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് അത്യാവശ്യം ഷോറൂമുകളും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്തൊരു ദിവസം വരാതെ എല്ലാ കൂട്ടുകാർക്കും ബൈ.